ഹലോ മക്കളെ, മിഥിലാമസാണ്. ഇപ്പൊ ക്രിസ്മസ് പരീക്ഷയൊക്കെ തൊട്ടടുത്ത് എത്തിയിട്ട് എന്താണ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും പരിപാടി? മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇതിന് ശേഷം നിങ്ങൾ ഇനി എഴുതാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് എക്സാം ആണ് അല്ലേ? അപ്പൊ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് കൂടി നമുക്ക് ക്രിസ്മസ് പരീക്ഷയെ കരുതാവുന്നതാണ്. ഇനി ക്രിസ്മസ് പരീക്ഷ എങ്ങനെയായാലും ഓണപരീക്ഷയെക്കാട്ടിലും നിങ്ങൾക്ക് ടഫായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം നമ്മളൊരു ടോപ്പിക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, പിന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിലെ ടോപ്പിക്കിനെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ ടഫായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ കെമിസ്ട്രിയിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. ഇത് കെമിസ്ട്രിയുടെ മാത്രം കാര്യമാണ്. ഇതേപോലെ ഏത് സബ്ജക്റ്റ് എടുത്താലും നിങ്ങൾക്ക് കാണാം നമ്മുടെ സെക്കൻഡ് ടൈമിലെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കുറേ കൂടെ ടഫാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതും കുറേ കൂടെ നിങ്ങൾക്ക് ടഫായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിനെ നേരിടാൻ സാധിക്കുക? വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ? പഠിക്കാനാണെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ മക്കളെ, ഈ വളരെ കുറഞ്ഞ സമയത്തെ എഫക്റ്റീവായിട്ട് സ്ട്രാറ്റജിക്കലി നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് എൻ്റെ മക്കൾക്ക് എത്താൻ സാധിക്കൂ. എല്ലാ തവണത്തെയും പോലെ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്കും നിങ്ങളെ ഫുൾ A+ലേക്ക് എത്തിക്കാൻ നമ്മുടെ സൈലം ഒരു അടിപൊളി മെഗാ ലോഞ്ചുമായിട്ട് എത്തുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് കൃത്യം 7 മണിക്കായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ കുട്ടികളെല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൃത്യം 7 മണിയാകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് എത്താൻ പറയണം. നിങ്ങൾക്കറിയാം, ഒരിക്കൽ പോലും നമ്മൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെയായിരിക്കും ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്കും നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഫുൾ A+ തന്നെ നേടും. മറക്കണ്ട, തിങ്കളാഴ്ച വൈകിട്ട് കൃത്യം 7 മണിക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.